नमस्कार, मैं हूं अंजना और आप देख रहे हैं मानव अधिकार सेना मीडिया से सबसे तेज, सबसे पहले सर्वाधिक खबरों वाला चैनल जो आपको निष्पक्ष सच्ची खबरें सबसे पहले मानव अधिकार सेना मीडिया से मिलती हैं। കോഴിക്കോട് ജില്ലയിലെ നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെ കൽപ്പത്തൂർ 5ാം പീടിക പ്രദേശങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഭയമാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കൽപ്പത്തൂരിൽ 11 വയസ്സുകാരിയെ കുറുക്കൻ വീട്ടിൽ കയറി കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു. കൽപ്പത്തൂർ മാടത്തുംകോട്ട ക്ഷേത്രത്തിന്റെ അടുത്ത് താമസിക്കുന്ന പറമ്പത്ത് സാക്ഷിക്കാണ് കുറുക്കന്റെ കടിയേറ്റത്. വീട്ടിനകത്ത് കട്ടിലിൽ കിടക്കുകയായിരുന്ന കുട്ടിയെ വീടിന്റെ ഉമ്മറത്തുകൂടി കയറി വന്ന കുറുക്കൻ കടിക്കുകയായിരുന്നു. അടുത്ത വീട്ടിലുള്ള കാവുംപൊയിൽ രാജനും കുറുക്കന്റെ കടിയേറ്റിട്ടുണ്ട്. പ്രദേശത്തുള്ള നിരവധി വളർത്തുമൃഗങ്ങൾക്ക് കടിയേറ്റിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. അന്ന് കടിയേറ്റവരെ പേരാമ്പ്ര താലൂക്ക് ഹോസ്പിറ്റലിലെ ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അന്ന് തന്നെ കൽപ്പത്തൂർ പ്രദേശത്ത് നിരവധി പേരെ കടിച്ച കുറുക്കനെ നാട്ടുകാർ തല്ലിക്കൊന്നിരുന്നു. ഈ പ്രദേശം ഇപ്പോൾ കുറുക്കന്മാരുടെയും തെരുവു പട്ടികളുടെയും വിഹാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൽപ്പത്തൂർ പ്രദേശത്ത് 2 സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്ര ഭീകരമായ പ്രശ്നമുണ്ടായിട്ട് പോലും അധികാരികൾ ജനങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ മൗനം പാലിക്കുന്നതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പ് ശേഖരിച്ച് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെയുള്ളവർ. എൻ്റെ പേര് നിഷില. ഞാൻ കോഴിക്കോട് ജില്ലയിലെ നൊച്ചാട് പഞ്ചായത്തിലെ കൽപ്പത്തൂർ പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് ഡ്യൂട്ടി സമയം. ആ സമയത്തൊക്കെ വെച്ചാൽ രാവിലെ 6 മണിക്ക് ഇവിടെ ജോലിക്കാർ വന്ന് പമ്പ് തുറക്കാൻ നോക്കുമ്പോൾ നിറച്ച് തെരുവ് നായ്ക്കൾ പമ്പിൻ്റെ ഉള്ളിലായിട്ട് ഉണ്ടാവുക. ഒരു 10 എണ്ണം കുറഞ്ഞതുണ്ട്. എല്ലാത്തിനെയും കൂടെ നല്ല ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം അവിടുന്ന് ഒരു കുറുക്കനെ അടിച്ച് കൊന്നുണ്ടായിരുന്നു. ഭ്രാന്തളിയാണെന്നാണ് പറയുന്നത്. ഒരുപാട് നായ്ക്കളെയും ഒരുപാട് വീട്ടിലെ പട്ടി, പിന്നെ പശു, മനുഷ്യരെല്ലാം കടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇതിന് തക്കതായൊരു ശാശ്വത പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. സ്കൂൾ കുട്ടികൾ 2 സ്കൂളുണ്ട് ഈ പരിസരത്ത്. 2 സ്കൂളിലെ കുട്ടികൾ നടന്നു പോകുന്നതാണ്. അവർക്ക് ആ മക്കളെയും കൂടി സംരക്ഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മുടെ നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെ 17, 18 വാർഡുകൾ, അതായത് പുതിയ 18 അടക്കമുള്ള 5ാം പടി അടക്കം വായനശാല അടക്കമുള്ള വാർഡുകളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തെരുവുനായയുടെ ശല്യം. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ സുപ്രീം കോടതി അടക്കം തെരുവുനായക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയ സാഹചര്യത്തിൽ നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തെരുവുനായ ശല്യം. ഈ 2 പ്രദേശത്തും ഇന്ന് ഒരുപാട് തെരുവുനായ്ക്കളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം തന്നെ ലേശം ഭീതിജനകമായിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. കാരണം നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, അച്ഛനും അമ്മ അടക്കം, നമ്മളടക്കം മുഴുവൻ പേരും ഈ തെരുവിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് ഇത് എന്നാണ്, ഇല്ലെങ്കിൽ എപ്പോഴാണ് ഇത് നമ്മുടെ പുറകെ വരിക എന്നോ ഇല്ലെങ്കിൽ നമുക്ക് കടികിട്ടുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പേടിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, 5ാം പടിയിലും അതേപോലെ തന്നെ വായനശാലയിലും ഒരു ഭ്രാന്തൻ കുറുക്കൻ ഉണ്ടാക്കിയ പുകില് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അന്ന് ആ ഭ്രാന്തൻ കുറുക്കൻ നിരവധി ചെറിയ മോളെ അടക്കം, ഒരു 11 വയസ്സുള്ള വിദ്യാർത്ഥിനിയെ അടക്കം ഒരുപാട് പേരെ കടിക്കുകയും വാഹനത്തിൽ യാത്ര പോകുന്ന ഒരു സ്കൂട്ടർ യാത്രികനായ ഒരാളുടെ ചാടിക്കടിക്കുകയും പിന്നെ വീടുകളിൽ കയറി ഒരുപാട് ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ 16ഓളം തെരുവ് നായകൾക്ക് അന്ന് കടികിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം വളർത്തുമൃഗങ്ങൾ 18, 19 പശുക്കളെ വീടുകളിലെത്തിയും അതുപോലെ പറമ്പിൽ കെട്ടിയ പശുക്കളെയും ആക്രമിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണമോ ഇല്ലെങ്കിൽ അതിനുള്ള നടപടികളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനി പിന്നെ പശുക്കൾക്കും ഇല്ലെങ്കിൽ വളർത്തുനായകൾക്കെല്ലാം തന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നതും അതിൻ്റെ ചിലവും ഡോക്ടറെ വിളിച്ച് ഒരു ഡോക്ടറെ വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ഓട്ടോ കാശും ഇല്ലെങ്കിൽ വണ്ടിയുടെ കാശ് വരെ കൊടുക്കുന്നത് ആ ക്ഷീരകർഷകരാണ്. നമ്മൾ ആലോചിക്കണം, ഈ ക്ഷീരകർഷകർക്ക് ഈ ഭ്രാന്തൻ കുറുക്കനെ സ്ഥിരീകരിക്കുന്നത്, ഇതിന് ഭ്രാന്തുണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കൽ വന്ന പാളിച്ച കൊണ്ട് ഇന്ന് ഭീതിയിലാണ്. കാരണം അത് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്താകുമായിരുന്നു, നമുക്ക് 2-3 ദിവസം കൊണ്ട് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടി നമുക്കറിയാമായിരുന്നു ഈ കുറുക്കന് ഭ്രാന്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നടന്നിട്ടില്ല. അതുകൊണ്ട് എന്തായി, ഈ പറയുന്ന ക്ഷീരകർഷകർക്ക് അവരുടെ പശുവിനെ കറന്നിട്ട് ആ പാൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ഇല്ലെങ്കിൽ സൊസൈറ്റിയിൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്കറിയാം, ഇന്ന് ഒരു ക്ഷീരകർഷകൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, അതിൻ്റെ കാലിത്തീറ്റയുടെ വർധനമടക്കമുള്ള വലിയ സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആ സമയത്ത് ആ പാല് പോലും കൊടുക്കാൻ പറ്റാതെ അത് ഒഴുക്കിക്കളയേണ്ട അവസ്ഥ വരുമ്പോൾ എന്താ സ്ഥിതി? അപ്പോൾ അതിനൊക്കെ ശാശ്വത പരിഹാരമാണ്. അതോടൊപ്പം 5ാം പടിയിലും വായനശാലയിലുള്ള പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് 10-16ഓളം തെരുവ് നായ്ക്കളെ ഈ ഭ്രാന്തൻ കുറുക്കൻ കടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നായ്ക്കൾ നാളെ എന്തെങ്കിലും സാഹചര്യത്തിൽ ആ പട്ടികൾക്ക്
എന്തെങ്കിലും തരത്തിലുള്ള അസുഖം വന്നാൽ ഇല്ലെങ്കിൽ പേ ഇളകിയാൽ ഈ പ്രദേശത്തിൻ്റെ അവസ്ഥ എന്താവും? അതേപോലെ തന്നെ നമ്മളിപ്പോൾ തെരുവ് നായ്കളെ പറഞ്ഞല്ലോ, ഈ തെരുവ് നായ്കളുള്ള പ്രദേശത്താണ് 2 സ്കൂളുകളുണ്ട്. ഒന്ന് കൽപ്പത്തൂർ ALP സ്കൂൾ, ഒന്ന് അഞ്ചാമ്പടിയുള്ള കൽപ്പത്തൂർ AUP സ്കൂൾ. ഈ 2 സ്കൂളുകളിലേക്ക് നമ്മുടെ മക്കൾ നടന്നാണ് പോകുന്നത്. ഒരുപാട് മക്കൾ ബസ് പോകുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നടന്നു പോകുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഭീഷണിയാണ് ഈ തെരുവ് നായ്ക്കൾ. കഷ്ടകാലത്തിന് ഈ തെരുവ് നായ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പേയിളകിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളോട് ഇല്ലെങ്കിൽ അവരോട് ഈ നായ്ക്കൾ കടിക്കില്ല എന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് നമുക്കുണ്ടോ? അതോടൊപ്പം തന്നെ പാറയ്ക്കടുത്ത് ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് അതിൻ്റെ അവസ്ഥ? ആ ഹൈമാസ് ലൈറ്റ് ഇന്ന് കത്തുന്നുണ്ടോ? അതിന് തോന്നുന്ന സമയത്ത് അത് കത്തും. മാത്രമല്ല അവസ്ഥയിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ചും ആ ഒരു വളവ്, ഒരു വല്ലാത്ത ഒരു വളവാണ്. അശാസ്ത്രീയമായ റോഡ് ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് കൊളോപാറയ്ക്ക് ആ മൃഗാസ്പത്രിക്ക് സമീപമുള്ള വളവ്, ആ വളവിൽ എന്നും ആക്സിഡൻ്റ് ആണ്, രാത്രികാലങ്ങളായാൽ പ്രത്യേകിച്ചും. അപ്പോൾ അവിടെ ഹൈമാസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുള്ള സംവിധാനവും പഞ്ചായത്ത് അധികൃതർ ഉണ്ടാക്കണം. അതോടൊപ്പം ഈ തെരുവ് നായ്ക്കളുടെയും ഈ കുറുക്കൻ്റെയും ആക്രമണത്തിൽ പരിക്കേറ്റ ക്ഷീരകർഷകർക്കും മറ്റുള്ളവർക്കും കൃത്യമായ നഷ്ടപരിഹാരം നൽകാനുള്ള സംവിധാനവും പഞ്ചായത്തിന് വേണ്ടതെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു പ്രദേശത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നത്. കൽപ്പത്തൂർ വായനശാല പമ്പിലെ ഒരു ജീവനക്കാരനാണ്. ഇവിടെ രാവിലെ ഇപ്പോൾ പമ്പ് തുറക്കാൻ വേണ്ടി വരുമ്പോൾ ഒരുപാട് തെരുവ് പട്ടികളുടെ ശല്യം ഈ പമ്പിൽ കുറച്ചു കാലമായി നിൽക്കുന്നുണ്ട്. ഇതിന് വേണ്ട യാതൊരു നടപടിയും അവർ സ്വീകരിക്കുന്നില്ല. അതുമാത്രമല്ല, പഞ്ചായത്തിൻ്റെ വക ഇവിടെ ഒരു പട്ടി പിടിക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിരുന്നു. അപ്പോൾ 1-2 പട്ടീനെ ഇവിടുന്ന് അവർ ഒരു വണ്ടീൻ്റെ അകത്ത് കൊണ്ടുപോയി. അതുപോലെ തന്നെ ബന്ധീകരണം ചെയ്ത് അങ്ങനെ ഇവിടെ തന്നെ കൊണ്ടിട്ട്, അതെന്ന് പറഞ്ഞാൽ ഭ്രാന്തളകുന്നതിന് അതുകൊണ്ട് കാര്യമില്ലല്ലോ. നായ്ക്കളെല്ലാം ഭ്രാന്തളകുന്നൊരു ഇതാണ്. മിനിഞ്ഞാന്ന് തന്നെ ഒരു പശുവിനെ കടിച്ച് ഇതാക്കി. നായ്ക്കളെ തമ്മിൽ എല്ലാം എത്ര എണ്ണത്തിനെ കടിച്ചെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് രാവിലെ 5:35 ആകുമ്പോൾ ഞാൻ ഇവിടെ വന്ന് തുറക്കുന്നതാണ്. ഇപ്പോൾ രാവിലെ വരാൻ തന്നെ ഭയങ്കര പേടിയാണ് ഈ നായ് ശല്യം ഉള്ളതുകൊണ്ട്. അത് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം എന്നേ പറയാനുള്ളൂ. अगर आपको हमारी खबर पसंद आई हो तो चैनल को फॉलो करें और लाइक करें, सब्सक्राइब करें। ऐसे ही लेटेस्ट खबर पाने के लिए हमारे चैनल का बेल आइकन दबाना ना भूलें। अगर आप हमें फेसबुक, ट्विटर, इंस्टा के माध्यम से देख रहे हैं तो फॉलो, कमेंट करना ना भूलें। धन्यवाद।